ഹായ്, ഈ മഴയത്ത് നമുക്ക് ഉണക്കമീൻ കൂട്ടി ഒരു ചോറുണ്ണാം. അപ്പം അതിനായിട്ട് നമ്മൾ വീട്ടിൽ ഉണക്കിയത്, മഴയില്ലാത്ത സമയത്ത് വീട്ടിൽ ഉണക്കിയ നല്ല അടിപൊളി മത്തിക്കരിവാടാണ്. അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മുരിച്ച് വറുത്തെടുക്കാം. ഇനി അതിന് കറിയായിട്ട് നമുക്ക് പാവയ്ക്ക കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിനകത്ത് വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അതേപോലെ തന്നെ സവാള അരിഞ്ഞത് ഇത്രയും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പാവയ്ക്ക നമ്മൾ വഴറ്റിയല്ല ചെയ്യുന്നത്, നല്ല രീതിയിൽ ചാറായിട്ട് വെക്കുകയാണ്. അപ്പം പാവയ്ക്ക അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വയ്ക്കുമ്പോഴത്തേന് ആവിയിൽ നിന്ന് ഒന്ന് വെന്ത് വരണവേ. അതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഞാൻ മുളക് അരക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര, പിന്നെ നമുക്ക് പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോഴത്തേന് വെന്ത് വരും. അതിനുള്ളിൽ നമുക്ക് രസം റെഡിയാക്കാം. അപ്പം എന്താണ്ടേ വെളുത്തുള്ളിയും പച്ചമുളകും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഒന്ന് കല്ലിനകത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച ഉള്ളിയൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്നും മീൻകറിയൊക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കഴിക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റായിരിക്കും. കാണാം, മീനില്ലാത്ത നല്ല വറുത്ത ഉണക്കമീനും രസവും പാവയ്ക്ക കറിയും അതുപോലെ തന്നെ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീരകപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് കായപ്പൊടി, ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയും പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് രസം റെഡിയാക്കി എടുക്കാം. അപ്പം ഒന്ന് പതഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ചോറും വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിനകത്താണ് ചോറ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കാം.